കാലമായിട്ട് എനിക്ക് വന്ന കോളുകൾ നിങ്ങൾ വിചാരിക്കണ കാട്ടി അപ്പുറമാണ്. ഞാൻ അവിടെ പറഞ്ഞാൽ അത് തള്ളായിട്ട് മാറും. എന്താണ് ഉപാസന? ഇഷ്ടമുള്ള ദേവതനെ ഉപാസിക്കാം, പക്ഷെ അത് പരദേവതനെയാണെങ്കിലോ, നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും ആ വ്യക്തി അറിയാണ്ട് പരദേവതനെയാണ് ഉപാസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഉയർന്നു പോയി. ബാക്കിയുള്ളവരെല്ലാം അവർക്ക് ഹോസ്പിറ്റൽ കേസ് ഒഴിഞ്ഞ നേരല്ലേ. ടാരോ എന്നുള്ളത് ഇപ്പോഴും അതിബൃഹത്തായ ജ്യോതിഷം പോലെ തന്നെ അതിബൃഹത്തായ പാശ്ചാത്യ ജ്യോതിഷമാണ്. അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും ഞാൻ തന്നെയാണ്. ടാരോ എന്നുള്ള ഒറാക്കിൾ കാർഡ് നിർമ്മിച്ചെടുക്കണം, മലയാളത്തിൽ ആദ്യത്തെ ഒറാക്കിൾ കാർഡ് നിർമ്മിച്ചെടുക്കണം ഞാനാണെന്ന് നിങ്ങളൊക്കെ ഒരു പക്ഷെ വീഡിയോ കൂടെ കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ എന്നെ മന്ത്രവാദി എന്ന് വിളിക്കും. മന്ത്രം എന്താണ്? മനനം ചെയ്യപ്പെടുന്നതാണ് മന്ത്രം. പിന്നെ വാദം, മന്ത്രത്തെ വാദിച്ച് ജയിച്ചിട്ടാണ് ആ മന്ത്രം കൊണ്ട് ഞാൻ എന്താ ചെയ്യണത്? ഒരാളെ ദുരിതം മാറ്റുകയാണ്. അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശക്തികൾ നമ്മളിൽ ഇടപെടും. കാരണം എന്താണെങ്കിൽ ഒരു ജീവന് വീണ്ടും ജനിക്കേണ്ടതുണ്ട്. അത് നിങ്ങളാവട്ടെ ഞാനാവട്ടെ. പക്ഷെ ഞാൻ എന്ന വ്യക്തി മോക്ഷത്തിലേക്ക് പോണ കാരണം കൊണ്ട് 4 കാലങ്ങളുണ്ട് ഒരു മനുഷ്യന്. എല്ലാരും കണ്ട സന്തോഷായിരിക്കാം. ക്ഷേത്രത്തിലെ ദുർഗയ്ക്കും ഭദ്രയ്ക്കും, എൻ്റെ ശരീരത്തിലോടുന്ന ദുർഗയ്ക്കും ഭദ്രയ്ക്കും ചന്ദ്രനാടി സൂര്യനാടി ആത്മപ്രണാമം. നിങ്ങൾക്കെല്ലാവരും ആത്മപ്രണാമം. എല്ലാതും പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ബോറടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ബോറടിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഊണ് കഴിച്ചതിൻ്റെ ആ ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ പറയാൻ എനിക്ക് വിഷയമില്ലല്ലോ. പക്ഷെ എനിക്കും തന്ന ഒരു ടാസ്ക് ഈ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ, പക്ഷെ എന്നെക്കാളും ഭംഗിയിൽ ഇതെല്ലാം തസ്മൈ, വ്യാസൻ, ശ്രീനിവാസൻ, ഞാൻ ഗുരുജി എന്ന് വിളിക്കണില്ല. കാരണം എനിക്ക് ഒരേ ഒരു ഗുരുവുള്ളൂ, അത് സാക്ഷാൽ പരാശക്തിയാണ്. എല്ലാവരും എന്നോട് ചോദിച്ചു എന്ത് പറ്റി കൈക്ക്? തസ്മൈ പറഞ്ഞ പോലെ പലരും പറയാറുണ്ട് തള്ള് തള്ള് അല്ലേ? എന്താണ് തള്ള്? ഒരാളെ കർമ്മയിലേക്ക് ഇടപെടുമ്പോൾ, കർമ്മ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ഇതാ ഈ കൈൻ്റെ ഒരവസ്ഥ ഉണ്ടല്ലോ, ഇത് തള്ളായിട്ട് തോന്നാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതെല്ലാം ഭംഗിയായിട്ട് വ്യാസനും തസ്മയും ശ്രീനിവാസ സാറെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു 3 മാസക്കാരായിട്ട് എനിക്ക് വന്ന കോളുകൾ നിങ്ങൾ വിചാരിക്കണ കാട്ടി അപ്പുറമാണ്. ഞാൻ അവിടെ പറഞ്ഞാൽ അത് തള്ളായിട്ട് മാറും. ഒരു 3000 മുതൽ 5000 പരം ടെലിഫോൺ കോള് ഞാനും എൻ്റെ സന്തത സഹചാരിയും പതിയുമായ സച്ചിയും എൻ്റെ സ്റ്റാഫും എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു പക്ഷെ ഞെട്ടിപ്പോവും. പ്രശ്നം എന്താണെന്നറിയോ? എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. എന്താണ് പ്രശ്നം? സാമ്പത്തിക പ്രശ്നം, ദാരിദ്ര്യം, രോഗം. ഇനി നിങ്ങൾ ആരും വിശ്വസിക്കാത്ത മറ്റൊരു പ്രശ്നമുണ്ട്, ബാധ, അല്ലെങ്കിൽ ആഭിചാരം. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മുടെ കേരളം വലഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള മലയാളികളും എന്നോട് ഒരുപാട് പേര് സംസാരിച്ചു. എല്ലാവരും ഒരേ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് സങ്കടം വന്നതും അതാണ്, ഗംഗാമ്മയെ കാണണം, ഗംഗാമ്മയോട് സംസാരിക്കണം. ഈ ഗംഗാമ്മയെ കാണണം, ഗംഗാമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് എൻ്റെ മഹത്വം കൊണ്ടല്ല, എന്നിലുള്ള ശക്തി കൊണ്ടാണ്. നേരത്തെ ആരും പറഞ്ഞു ശരീരം ക്ഷേത്രമാണോ എന്ന്. തീർച്ചയായിട്ടും ശരീരം ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മളിൽ 5 ഭാവങ്ങളുണ്ട്. 5 ഭാവം എന്താണ്? ഏറ്റവും താഴെ ചണ്ടാളൻ. ഈ ചണ്ടാളൻ എന്താണ്? അധകൃതനായി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തി. 2ാമത്തെ ഭാവം എന്താണ്? ശൂദ്രൻ. ശൂദ്രനും മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തി അല്ലേ? നമ്മൾ അങ്ങനെയാണ് കേട്ടേക്കുന്നത്. ചണ്ടാളനും ശൂദ്രനും മാറ്റി നിർത്തണം. പിന്നെ ആരാ? പിന്നെ ഉള്ളത് ക്ഷത്രിയൻ. അത് കഴിഞ്ഞിട്ടോ വൈശ്യൻ. അത് കഴിഞ്ഞിട്ട് ആരാണ്? ബ്രാഹ്മണൻ. അപ്പം നമ്മളെ യാത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെന്ന ക്ഷേത്രം, മനുഷ്യ ശരീരം ആണ് നമ്മളെന്ന ക്ഷേത്രത്തിലുള്ള മനുഷ്യൻ എവിടുന്ന് മുതൽ എവിടം വരെ യാത്ര ചെയ്യണം? ബ്രഹ്മജ്ഞാനം വരെ യാത്ര ചെയ്യണം. എവിടെയാണ് ബ്രാഹ്മണൻ? ഏറ്റവും സഹസ്രാരത്തിലാണ് ബ്രാഹ്മണൻ. അപ്പം മൂലാധാരത്തിൽ ആരാ? ചണ്ടാളൻ. അപ്പോൾ ഈ ചണ്ടാളൻ എന്ന നാം ബ്രഹ്മത്തിലേക്ക്, സഹസ്രാരത്തിലേക്ക് അല്ലെങ്കിൽ
യൂണിവേഴ്സിലേക്കുള്ള തെരച്ചിലാണ് ബാക്കിയുള്ള എല്ലാതും. ക്ഷത്രിയൻ എന്താ? നമ്മൾക്ക് എല്ലാത്തിനും പ്രതിരോധിക്കാൻ ഏത് വെല്ലുവിളിയെയും വാളുകൊണ്ട് പൊരുതണത് മാത്രമാണോ ക്ഷത്രിയൻ? അല്ല. ഞാൻ പഠിച്ചത് ഒരു കാര്യം ആദ്യം ഞാൻ പറയാം, എനിക്ക് പുറത്തുള്ള ഒരു അറിവുമില്ല, ഞാൻ അക്കാഡമിക്കൽ വിദ്യാഭ്യാസം പോലും ഇല്ല. അപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നവരെ അനുഭവിപ്പിച്ചേക്കണത്. അത് ധ്യാനമായാലും ഉപാസന ആയാലും ടാരോ ആയാലും. ഞാൻ നല്ലൊരു ടാരോ റീഡറാണ്. 500-ൽ പരം ഈ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഉള്ളിൽ 500-600-ൽ പരം വ്യക്തികൾ എനിക്ക് വേണ്ടി ടാരോ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു അതിശയോക്തിയായി കാണാം. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിശയോക്തിയല്ല, വിത്ത് പ്രൂഫ് ഉണ്ട്. എന്താണ് പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കരഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. ഒരേ ഒരു കാരണം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടാണ്. നമ്മളുടെ പാരമ്പര്യം, ഞാൻ ആധ്യാത്മികതയിലേക്കല്ല കടക്കണത്. നമ്മളുടെ പാരമ്പര്യത്തിൽ നമ്മളെല്ലാം മറന്ന് പുഴയിൽ ഒഴുക്കി കളയും, കത്തിച്ച് കളയും. നമ്മളെല്ലാം അറിയാതെ, നമ്മുടെ മക്കളോ പാരമ്പര്യമോ അറിയാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പാരമ്പര്യം നമുക്കുണ്ട്, നമ്മുടെ പരദേവത. പലരും പറഞ്ഞു, നേരത്തെ വ്യാസം പറഞ്ഞു, ആദ്യം ദുർഗയെ സേവിക്കും, പിന്നെ ശാസ്താവിനെ സേവിക്കും, ഇതൊന്നും പറ്റാണ്ട് പോയിട്ട് വിഷ്ണുമായി സേവിക്കും. ആ ആൾ എവിടെയെങ്കിലും എത്തുമോ? ചിലപ്പോൾ തസ്മൈ ഗുരുജീൻ്റെ അടുത്ത് പോയിട്ട് ധ്യാനം പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അവരെൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കേരളത്തിലുള്ള സകല ഗുരുക്കന്മാരുടെ അടുത്തും അവർ പഠിക്കാൻ പോയിട്ടുണ്ടാവും ധ്യാനം. എവിടെയാണ് രക്ഷ എന്നാ നോക്കുന്നത്? പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ നശിക്കപ്പെട്ട ഒരു പരദേവതയും അതുപോലെ തന്നെ ആ പരദേവതനെ കൊണ്ടുവന്ന ഒരു പൂർവികനും ഉണ്ടാവും. ഇതെല്ലാം എല്ലാ തറവാടുകളിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെയാണ് ഉപാസിക്കേണ്ടതെന്നുള്ള അത് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ കാണാൻ വന്നു. ഞാൻ അവരോട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, നിങ്ങൾ നിങ്ങളുടെ പരദേവതനെ കണ്ടെത്തും. ഇപ്പോഴും പലർക്കും പ്രശ്നങ്ങളാണ്. എന്താണ് പ്രശ്നം? ഈ പല ജ്യോതിഷീനെ ഞാൻ കുറ്റം പറയല്ല, ഇത് ലൈവ് ടെലികാസ്റ്റ് ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ ജ്യോതിഷം ഞാൻ കുറ്റമായിട്ടല്ല. ജ്യോതിഷം മഹത്തായ സമ്പ്രദായമാണ്, ഗണിതശാസ്ത്രമാണ്, അതുപോലെ സംഖ്യാശാസ്ത്രമാണ്, മാസങ്ങളെയും വർഷങ്ങളെയൊക്കെ ഗണിച്ചുണ്ടാക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം, നല്ലത്. പക്ഷേ അത് കൈകാര്യം ചെയ്യണ പല ജ്യോതിഷികളും ഈ പൂർവികരായ ഈ ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ പൂർവ്വ പിതാമഹന്മാരെയും അവർ കൊണ്ട ദേവതയും കൊണ്ട് ഒഴുക്കി കളയാനും കത്തിച്ചു കളയാനും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പല വീടുകളും ഞാൻ ടാരോ റീഡ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് പറയണം. ഇവരെല്ലാം ഇത് കളയുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും? ആ പാരമ്പര്യം നശിച്ചു പോകും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ അടുത്ത് വന്നൊരു കേസ്. അവരുടെ വീട്ടിൽ ഒരു വ്യക്തി ഒഴികെ 8 മക്കളുണ്ട്. 8 മക്കളിൽ അച്ഛൻ ചെറുപ്പത്തിൽ മരണപ്പെട്ടു, ബാക്കി അമ്മയും ബാക്കി 8 മക്കളും. 8 മക്കളിൽ 7 മക്കളും അവരുടെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷം കഴിഞ്ഞു. അതിലൊരു മകൻ മാത്രം വിവാഹം കഴിച്ചില്ല. അയാൾ ഉപാസനയും കാര്യങ്ങളും ബലമൊക്കെ ആയിട്ട് അയാൾ മാറി. ഞാൻ ആളെ പറയില്ല, എൻ്റെ അടുത്ത് വന്നുള്ളൊരു കേസാണ്. അയാൾ അറിയാണ്ട് സേവിച്ചതാണ്, അറിഞ്ഞ് സേവിച്ചതല്ല, അറിയാണ്ട് അയാളുടെ കഷ്ടത്തിൽ ദുരിതം അനുഭവിച്ചപ്പോൾ എന്നാൽ സേവിക്കാം, അത് ഭഗവതിനെ തന്നെ സേവിക്കാമെന്ന് വിചാരിച്ചു. അയാൾ അറിയാതെ ഭഗവതിനെ സേവിച്ചു. ബാക്കി 7 മക്കളും ഭഗവതിനെ അറിഞ്ഞില്ല. അതൊക്കെ വലിയ നിശ്ചിതമായ കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് ബാക്കി അവർ ഗുരുവായൂരപ്പനെ കാണാൻ പോവും, ചിലപ്പോൾ കാശിക്ക് പോവും, രാമേശ്വരം പോവും, അതുപോലെ തന്നെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോവും, തട്ടകത്തെ ക്ഷേത്രത്തിൽ പോവും, എവിടൊക്കെ സമാധാനം കിട്ടണം മൂകാംബികയിൽ പോവും, അവിടെ എല്ലാം പോവും. പക്ഷെ ഇവർക്ക് ഒരു കുഴപ്പമുണ്ടായത് എന്താ വെച്ചാൽ, ഇവരുടെ ചെറിയ കുട്ടിക്കാലത്ത് ഇവരുടെ ഒരു ജ്യോതിഷി വന്ന് പ്രശ്നമൊക്കെ വെച്ചപ്പോൾ അവരെ പരദേവതേനെയും ഈ പൂർവ്വ പിതാമഹനെ പീഠം കൽപ്പിച്ച പൂർവ്വ പിതാമഹനെയും കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു. അന്ന് തുടങ്ങി അവർക്ക് കഷ്ടകാലം. പക്ഷെ അറിയാതെ ഭഗവതിനെ സേവ ചെയ്ത് അല്ലെങ്കിൽ ഉപാസന ചെയ്ത ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു. അതെന്തുകൊണ്ടായിരിക്കാം? അവിടെ സയൻറ്റിഫിക് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും സയൻറ്റിഫിക് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തൊരു കാര്യം അറിയില്ല, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണത്. ഈ വ്യക്തി ഒഴിച്ച് ബാക്കിയെല്ലാവരും അവരുടെ വീട്ടിൽ ഞാൻ പോയി ഒരു പ്രതിഷ്ഠ വെച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേത്രം ശരീരം ക്ഷേത്രമാണ്, പിന്നെ എന്തിനാണ് ഒരു ബാഹ്യരൂപം? ബാഹ്യരൂപം നമുക്ക് അജ്ഞത ഉണ്ട്, അതുകൊണ്ടാണ് ബാഹ്യരൂപം. ബാഹ്യരൂപത്തിൽ നിന്ന് അതിനെ ഉരുത്തിരിഞ്ഞ്, ഇപ്പം നേരത്തെ നമ്മുടെ തസ്മൈ പറഞ്ഞ പോലെ പാലിൽ നിന്ന് തന്നെയാണ് വെണ്ണയും നെയ്യും ഇല്ലേ? വെണ്ണ, നെയ്യ്, മോര്, തൈര് എല്ലാം പാലിൽ നിന്നാണ് കടഞ്ഞെടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞിട്ടാണ് പോകുമ്പോൾ ബ്രഹ്മത്തെ അറിയാം.
അപ്പൊ ആദ്യം ദേവതയിലൂടെ അറിഞ്ഞ് ഉപാസന ചോദിച്ചു. ഉപം ആസനം എന്നാണ് പറയാ. എന്താണ് ഉപാസന? ഇഷ്ടമുള്ള ദേവതനെ ഉപാസിക്കാം. പക്ഷെ അത് പരദേവതനെയാണെങ്കിലോ, നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും ആ വ്യക്തി അറിയാണ്ട് പരദേവതനെയാണ് ഉപാസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഉയർന്നു പോയി. ബാക്കിയുള്ളവരെല്ലാം അവർക്ക് ഹോസ്പിറ്റൽ കേസ് ഒഴിഞ്ഞ നേരമില്ല, ആപത്ത് ഒഴിഞ്ഞ നേരമില്ല, പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. പക്ഷെ ഈ ഒരു വ്യക്തിക്കോ, അയാളുടെ വിവാഹം കഴിക്കുന്നത് 47-ാമത്തെ വയസ്സിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നല്ല ബ്രഹ്മത്തെ അറിയാൻ ഉള്ള ഒരു പാത്തിലേക്ക് വരാൻ കഴിഞ്ഞു. ബാക്കി എല്ലാവരും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പൊ ഉദാഹരണം എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഈ കേരളത്തിൽ ഇത്രയും റീഡിങ് വന്നതിൽ ആർക്കും ഉപാസന ദേവതനെ അറിയില്ല, ഉപാസന ക്ഷേത്രം അറിയില്ല, അല്ല ദേവതേനെ അറിയില്ല, ധർമ്മ ദേവതയുടെ ക്ഷേത്രം അറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാവരും എനിക്കറിയാം, എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിരിക്കാം, ദേവി ഭക്തരായിരിക്കാം, ശാസ്താവിൻ്റെ ഭക്തരായിരിക്കാം, അനവധി ദൈവമുണ്ട്. പറഞ്ഞല്ലോ, നമ്മൾ ശവമായി മാറുന്നതും ശവം ശിവമായി മാറുന്നതും എങ്ങനെയാണെന്നൊക്കെ ഇവിടെ വിശദീകരിച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. അപ്പം ഞാനെന്ന വ്യക്തി ടാരോ പഠിക്കാൻ വന്നത് എങ്ങനെയാണെങ്കിൽ, എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ എനിക്ക് എൻ്റെ എനർജിയിലൂടെ, അത് പലരും ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ എനർജിയിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞ ഫീൽ ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കഴിയും. പക്ഷെ പുറത്തൊരാളെ പ്രശ്നം കേൾക്കാൻ എനിക്ക് മാർഗമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഉപാസന ദേവതയുടെ ചില നമ്മുടെ വ്യാസനാണോ അതോ ശ്രീനിവാസ സാറാണോ എന്നറിയില്ല, അന്തരീക്ഷത്തിൽ ചില എന്താ പറയുക, നമുക്കൊരു ഹിൻഡ് കിട്ടും ചില നേരത്ത്. നിമിത്ത ശാസ്ത്രം എന്ന് പറയും ഇതിന്. ഈ നിമിത്ത ശാസ്ത്ര പ്രകാരം നമുക്ക് ഓരോ സൂചനകൾ തരും. ഇന്നത് അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് ഇന്നതാണ് കാരണം. അത് നിമിത്ത ശാസ്ത്രം പഠിക്കൊന്നും വേണ്ട, നമുക്കത് അനുഭവമാവും. അപ്പൊ ടാരോ ഞാൻ പഠിക്കാൻ വന്നതിൻ്റെ ബാക്കിൽ, കാരണം എൻ്റെ വിഷയം ടാരോ ആണ്. ടാരോ എന്നുള്ളത് പാശ്ചാത്യ ജ്യോതിഷമാണ്. അതുപോലെ തന്നെ ടാരോനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ആഡാവാം. ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. ടാരോ എന്നുള്ളത് ഇപ്പോഴും അതിബൃഹത്തായ ജ്യോതിഷം പോലെ തന്നെ അതിബൃഹത്തായ പാശ്ചാത്യ ജ്യോതിഷമാണ്. അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും ഞാൻ തന്നെയാണ്. ടാരോ എന്നുള്ള ഒറാക്കിൾ കാർഡ് നിർമ്മിച്ചെടുക്കണം, മലയാളത്തിൽ ആദ്യത്തെ ഒറാക്കിൾ കാർഡ് നിർമ്മിച്ചെടുക്കണം ഞാനാണെന്ന് നിങ്ങളൊക്കെ ഒരു പക്ഷേ വീഡിയോ കൂടെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മറ്റൊരാളെ, എൻ്റെ കർമ്മ കയ്യോടിയ കാര്യം എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാളെ കർമ്മയിലേക്ക് നമ്മൾ ഇടപെടുമ്പോൾ, രാവിലെ തസ്മൈ പറഞ്ഞത് ഫീസ് വാങ്ങണം, തീർച്ചയായിട്ടും വാങ്ങണം. നമ്മൾ ആ ഫീസ് അല്ലെങ്കിൽ ഒരു ദക്ഷിണ വാങ്ങിയില്ലെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ കൈയൊടിഞ്ഞിരിക്കാം. കാരണം ഒരാളെ കർമ്മ നീക്കം ചെയ്യണം. അപ്പോൾ ഞാൻ അവരുടെ കർമ്മ എടുത്തു മാറ്റുമെന്നുള്ളത് ആർക്ക് ബോധ്യവും? പ്രപഞ്ചത്തിലുള്ള അനവധി സോഴ്സുകളുണ്ട്. നമ്മൾ കാണണില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നില്ല. അനവധി ഊർജങ്ങളുണ്ട്. അത് നല്ലതും ആവാം, ചീത്തയാവാം. അപ്പൊ ആ ഒരു വ്യക്തിയുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം ബലമായിട്ട്. പിന്നെ ചില ആൾക്കാർ എന്നെ മന്ത്രവാദി എന്ന് വിളിക്കും. മന്ത്രം എന്താണ്? മനനം ചെയ്യപ്പെടുന്നതാണ് മന്ത്രം. പിന്നെ വാദം, മന്ത്രത്തെ വാദിച്ച് ജയിച്ചിട്ടാണ് ആ മന്ത്രം കൊണ്ട് ഞാൻ എന്താ ചെയ്യണത്? ഒരാളെ ദുരിതം മാറ്റുകയാണ്. അല്ലാതെ അയാൾക്ക് മാരണം ചെയ്യണില്ല, ഉച്ചാടനം ചെയ്യണില്ല, സ്തംഭനം ചെയ്യണില്ല. അയാൾക്ക് ഞാൻ ചെയ്യണ ഒരേ ഒരു കാര്യം എന്താണെങ്കിൽ അയാൾ ദുരിതങ്ങൾ നീക്കുകയാണ്. ഈ ദുരിതം നീക്കുമ്പോൾ സൂക്ഷ്മ ശക്തികൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത ചില ശക്തികൾ എന്നെ എടുത്തിട്ട് അടിക്കലും ഇടിക്കലും. നിങ്ങൾ പറയില്ലേ, നമ്മൾ ഈ ഇതിൽ സിനിമയിലൊക്കെ കാണുന്ന ഇങ്ങനെ സ്റ്റണ്ടൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കാണുന്നതാണെങ്കിൽ തടുക്കാൻ പറ്റും. ചിലപ്പോൾ ഉറക്കത്തിലൊക്കെയാവും ചിലപ്പോൾ എനിക്ക് കിട്ടുക, ചിലപ്പോൾ കവളത്തൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ ഒരു പക്ഷെ വിശ്വാസമാവില്ല. അതേപോലത്തെ ഒരു കിട്ടലാണ് ഈ കയ്യൊടിയിൽ. എടുത്തിട്ട് അലക്കിയതാ. കാരണം പിറ്റേ ദിവസം ഒരു ഹോമം ഉണ്ടായിരുന്നു. ആ ഹോമത്തിൻ്റെ ബുക്കിങ്ങിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന ആ നിമിഷം ഞാൻ വീണു. പിറ്റേ ദിവസം രാത്രി എന്നെ എടുത്തിട്ട് അലക്കിയതാണ് ഈ കൈ. അപ്പം നമ്മൾ സൂക്ഷ്മ ശക്തികൾ നമ്മളിൽ ഇടപെടും. കാരണം എന്താണെങ്കിൽ ഒരു ജീവന് വീണ്ടും ജനിക്കേണ്ടതുണ്ട്. അത് നിങ്ങളാവട്ടെ ഞാനാവട്ടെ. പക്ഷെ ഞാൻ എന്ന വ്യക്തി മോക്ഷത്തിലേക്ക് പോണ കാരണം കൊണ്ട് 4 കാലങ്ങളുണ്ട് ഒരു മനുഷ്യന്. നിങ്ങൾക്കത് അറിയില്ല, അറിയായിരിക്കാം. എല്ലാവരും നല്ല അറിവുള്ള ആൾക്കാരും നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. മനുഷ്യന് 4 കാലങ്ങൾ. നമ്മളുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമാണ്. അതുപോലെ തന്നെ 4 കാലങ്ങളുണ്ട്. ഒരു പുരുഷാർത്ഥം എന്ന് പറയുന്നുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ഈ 4 കാലങ്ങളിലേക്കൂടെ പോകുമ്പോൾ
ഈ നമ്മുടെ ശരീരത്തിലുള്ള ജീവന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുള്ളൂ. നേരത്തെ ആരോ ചോദിച്ചു, ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ്, ആത്മസ്വരൂപൻ ഒന്നേ ഉള്ളൂ. അത് അനവധി, നിങ്ങളുടെയൊക്കെ സ്വരൂപം എൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന ആത്മാവ് ഒന്നേ ഉള്ളൂ. അത് അനവധി കണ്ണാടി ഇവിടെ വെച്ചിട്ട്, എൻ്റെ മുമ്പിൽ ഒരു 100 കണ്ണാടി വെച്ചിട്ട് ഞാൻ അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ എൻ്റെ രൂപങ്ങൾ എല്ലാത്തിലും കാണുന്ന പോലെ നിങ്ങളിലും എന്നിലുള്ളതൊക്കെ വ്യാസം പറഞ്ഞ പോലെ ഒന്നേ ഉള്ളൂ.